ചേടാ ഇവിടെ കൈ കാണിച്ചപ്പോൾ അവൻ അവിടെ കൊണ്ട് നിർത്തും. ഇവിടെ ഒരു സ്ഥലകാല പോകുന്നു. പോയാ എടാ ആൻ്റപ്പൻ്റെ പോയി. ഇയാൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല. ആൻ്റപ്പോ കാശ് കൊടുത്തു മേടിച്ച സാധനം കയ്യിൽ നിന്ന് പോയാലും ഇയാളൊന്നും അറിയത്തില്ല. ഇനി എങ്ങനെ അവിടെ നിർത്തിക്കും? കൊടുക്കാതെ ഇരുന്നാലും മോശമല്ലേ. വഴിയുണ്ട് സുരേഷ്, പോകാം. ഇങ്ങോട്ടിറങ്ങിക്കേ. ഇങ്ങോട്ടിറങ്ങാൻ. അല്ല നമുക്ക് പോകണ്ടേ? എവിടെ? ആൻ്റപ്പൻ്റെ വീട്ടിൽ. എവിടെ? ആൻ്റപ്പൻ്റെ വീട്ടിൽ. ആൻ്റപ്പൻ്റെ വീട്ടിലോട്ട് 10-16 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. നിന്റെ വണ്ടി എന്നാ 10-16 കിലോമീറ്റർ ഓടത്തില്ലേ? ഓടും. ഓടിക്കഴിഞ്ഞ അവസാനം പൈസ ഇല്ലെന്ന് വല്ലതും പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഓടുന്നതിന് മുമ്പാണ് പൈസ അല്ല. പീച്ചൂഷ പോലും ഓടിക്കഴിഞ്ഞ മെഡൽ വായിക്കുന്നത് അറിയാവോ? അതിന് പിന്നെ നിനക്ക് മാത്രത്തില് ജാട എന്താ? അങ്ങോട്ട് കയറി മൂഡ് ഓഫ് ആക്കല്ലേ. പൈസ ഒക്കെ ഓട്ടം കഴിഞ്ഞങ്ങോട്ട് തരും. സൂചിപ്പിക്കല്ലേ. എടാ നിന്നെ ഞാനല്ലേ വിളിച്ചത്. പിന്നെ നിനക്കുള്ള കൈ നീട്ടവാ ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത് മുഴുവൻ കാശാ മോനെ, കാശ്. ഇങ്ങോട്ടിറങ്ങിക്കേ. ഇങ്ങോട്ടിറങ്ങാൻ. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഇങ്ങോട്ടിറങ്ങിക്കേ. സുരേഷ്, നീ ഞാനിതിനകത്ത് കയറിയപ്പം പോലെ എന്നോട് പറയട്ടെ ഇറങ്ങിപ്പോന്നു കേട്ടോ. എടാ ഇതുപോലൊരു ഓട്ടം നിനക്ക് ആരും തന്നിട്ടില്ല. എന്നെ ഇതിനകത്ത് നിറക്കി വിട്ട നിനക്ക് ശാപം കിട്ടും. എനിക്ക് ശാപം കിട്ടിക്കോട്ടെ. സത്യം പറ, നിങ്ങൾ ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചതാ? ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചാന്ന്? ഞാനിന്നൊരു സാധനം ആരുടെ മോഷ്ടിച്ചിട്ടില്ല കേട്ടോടാ. എടാ ഇതെനിക്ക് വഴി കിടന്ന് കിട്ടിയ സാധനമാ. ഏത് വഴി? എവിടത്തെ വഴി? എടാ നമ്മുടെ ആൻ്റപ്പൻ്റെ അപ്പനില്ലേ, പുള്ളി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനം ഇത്. ആ പുള്ളിയുടെ കൊണ്ട് കൊടുക്കുക, അയാളുടെ പൈസ മേടിച്ച് നിനക്ക് തരിക. അപ്പോൾ അയാൾക്ക് അയാളുടെ സാധനവും കിട്ടും, നിനക്കൊരു ഓട്ടവും കിട്ടും. അത്ര ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അല്ല ഇന്നത്തെ കാലത്തൊരു ഉപകാരം ചെയ്ത് നോക്കും. നീ വണ്ടി വിടാവേ. സുരേഷ്, എന്താ ഇപ്പൊ ആൻ്റപ്പൻ്റെ അപ്പൻ നീയാണെന്ന് വിചാരിച്ചു. അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു. അത് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടു തന്നാ നീ എനിക്ക് ഓട്ടോ കൂടി തരത്തില്ലേ? അത് പിന്നെ എന്താണ് ഒരു സംശയം? അത് പിന്നെ നമ്മുടെ ഒരു സാധനം കൊണ്ട് തരുമ്പോ നമ്മൾ ഓട്ടോക്കൂലി കൊടുക്കണോ? അത്രേ ഉള്ളൂ. അപ്പൊ നിന്റെ സംശയവും തീർന്നു, എന്റെ ടെൻഷനും തീർന്നു. നീ വണ്ടി വിടും. അങ്ങേര് പൈസ തരുമായിരിക്കും അല്ലേ? തരും, തരാതിരിക്കത്തില്ല. തരണ്ടതാ. പുള്ളി ഉപകാരം ചെയ്യുന്നവരാരും മറക്കത്തില്ല. നല്ല മനുഷ്യൻ. എന്നാലും ഇത്രയും കാശ് അയാൾ കളഞ്ഞിട്ട് പോയല്ലോ. ഈ ആൻ്റപ്പൻ്റെ അപ്പനൊന്നും ഒരു വിവരവും ഇല്ല. ആൻ്റപ്പനൊന്ന് കാണട്ടെ. എൻ്റെ അപ്പനകത്ത് ഞാൻ ചവിട്ടിക്കൂട്ടി കൊട്ടയിറങ്ങിയത് അല്ലേടാ. നീ സമ്മതിക്കും നിന്റെ അപ്പനാണ്. ചേട്ടാ ഇത് കയറ്റിയത് അബദ്ധമായി പോയല്ലോ. എന്ന് വെച്ചാൽ ഇത് വലിയ ഫ്ലൈറ്റ് ഉണ്ട്. ഇത് പറയാം. ഇനി ഈ സാധനം കാണുമ്പോൾ അയാൾ അസ്പെക്റ്റ് ആവും അല്ലടാ. ശരി ശരി ശരി. ആരാ? ആൻ്റപ്പനില്ലേ? ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? എന്നാ ആൻ്റപ്പൻ്റെ അപ്പനെ ഒന്ന് വിളിച്ചു. ശരി എന്നാ. കള്ളം കുടിച്ചോണ്ടോ? ആൻ്റപ്പനില്ല, ആൻ്റപ്പൻ്റെ അപ്പൻ. കാശായിരുന്നല്ലേ. അപ്പച്ച കള്ളു കുടിച്ചിട്ട് ആരാണ്ട് വെളിയിൽ വന്ന് ചേട്ടനെ തിരക്കുന്നു. കള്ളു കുടിച്ചോ? ആ ചേട്ടനല്ലെന്ന് പറഞ്ഞപ്പോ പറയാം അപ്പച്ചൻ അങ്ങോട്ടിയല്ലേ. ആഹാ അതേത് കള്ളു കുടിയാടാ എന്നെ തിരക്കി വരുന്നത്? അതൊന്നും കാണണമല്ലോ. ഭയങ്കര സെറ്റപ്പൊക്കെയാ, പക്ഷെ ശ്രദ്ധയില്ല. ആരാന്നൊക്കെ പിന്നെ പറയാം. ഇരിക്കാതെ. ആഹാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇരിക്കാനോ? അത് തന്നെ പറഞ്ഞു ഇരിക്കി. എന്നിട്ട് പറയാൻ കാര്യം എന്നാന്ന് പറ. അതെ, നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നറിയോ? താൻ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടാ പൈസ ഉണ്ടാക്കുന്നത്. ആണല്ലോ. അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് മേടിച്ച സാധനം കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും. എടാ സുരേഷ മോനെടാ, വിഷമമുണ്ടാവും. ആരുടെ എന്നാ നഷ്ടപ്പെട്ടെന്നേ ഈ പറയുന്നത്? ചൂടാവല്ലേ, ചൂടാവുന്നത് ശരിയല്ല. ഞാൻ നിങ്ങളുടെ സാധനം നഷ്ടപ്പെട്ട കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നത് കേട്ടോ. ഞങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതെന്നാ വർത്താനം പറയുന്നത്? ഇപ്പോൾ
വല്ലയിടത്തും പോയിട്ടാണോ വരുന്നത്? പോയായിരുന്നു. എവിടെ? മാർക്കറ്റിൽ പോയായിരുന്നു. മാർക്കറ്റിൽ പോയി. ആ എടാ മാർക്കറ്റിൽ പോയിട്ട് വന്നിരിക്കുക പുള്ളി. എന്നിട്ട് വല്ല സാധനം നഷ്ടപ്പെട്ടായിരുന്നോ? ഇല്ല, നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. മോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടോ നോക്കി. അപ്പോൾ നോക്കിയിട്ട് വന്നിട്ട് പറയാം കേട്ടാ. അതെ, ഒരാളൊരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പം അയാളെ തള്ളി പറയരുത്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മോന്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ട് തരുന്നതെന്നറിയാവോ? എന്റെ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് എടുത്തോടുത്തോണ്ടിട്ടാണ്. എങ്കിൽ പിന്നെ താൻ എടുത്തെടുത്ത് കൊണ്ടിടോ. എടുത്തെടുത്ത് കൊണ്ടിടാൻ എനിക്ക് ഇത് തന്നെ പറഞ്ഞു. എനിക്ക് ഇത് തന്നെ പറഞ്ഞു. നമ്മുടെ ഒരു സാധനം അങ്ങനെ ഒരു സാധനം പോയിട്ടില്ല. ഓ, അപ്പച്ചൻ നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല. അപ്പച്ചനും കൊള്ളാം, മരുമോളും കൊള്ളാം. നിങ്ങളുടെ ഒരു സാധനം പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. ഇല്ല, ഒരു സാധനം പോയിട്ടില്ല. എടോ ഒരു സാധനം പോയിട്ടില്ല. പിന്നെ ഇതാറ് ഈ സാധനം അങ്ങോട്ട് നോക്കിക്കേ. ഒരു സാധനം പോയിട്ടില്ലെന്ന്. ഇപ്പൊ സാധനം കാണുമ്പോ നിങ്ങൾ ഞെട്ടും. കണ്ടോ? എന്താ വേണ്ടേട്ടാ? ഒരു ചെരുപ്പ് വേണമായിരുന്നു. സൈസ് എത്രയാ? 7 ഇഞ്ച്. 7 ഇഞ്ച് അല്ലേ? ചേട്ടാ ഇത് നല്ല ടൈപ്പാ, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും, നല്ല സൂപ്പർ ഗ്രിപ്പുള്ള ടൈപ്പാ. ഇത് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. ഈ സെയിം സാധനം എന്റെ കാലേ കിടക്കുന്നത്. ഇതാ നോക്കേ, കണ്ടോ? നീ എന്താടാ ഇത്ര കിഴിച്ചു വെച്ച് നോക്കുന്നേ? ദേ നോക്കേ. എന്താ 4 വർഷം അവള് മേടിച്ചിട്ട് ടപ്പേന്ന് പള്ളി പൊട്ടിപ്പോയി. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? 4 വർഷോ? എന്റെ പൊന്നി ഏട്ടാ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ 4 വർഷമൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിക്കൂ? മാക്സിമം ഒരു 6 മാസം. 6 മാസം പോയിട്ട് 6 വർഷം ഞാൻ ഉപയോഗിക്കും കേട്ടോ. താനങ്ങ് പോ. നീ നിന്റെ പണി നോക്കിയാ മതി കേട്ടോ. ചെരുപ്പിനെയും പേടിക്കണം, ചെരുപ്പ് തരുന്നവനെയും പേടിക്കണം എന്ന് വെച്ചാൽ. ചേട്ടാ ഇതന്നെ ചേട്ടന്റെ പഴയ ചെരുപ്പാ. ഇത് പൊട്ടിയ ചെരുപ്പല്ലേ? ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല. നീ ചേട്ടൻ പോണ വഴിക്ക് എവിടെയെങ്കിലും കൊണ്ട് കള. എന്നാ ചെയ്യാനെന്നൊക്കെ. ഇത് പൊട്ടിയാൽ എന്നെ വിടത്തില്ലെന്ന് ഓർക്കുമ്പോഴാ. ഇതെന്ത് വൃത്തിയായിട്ട സാധനമാണോ ഇത്? അല്ല അത് പിന്നെ മോളെ, ഈ ആൻ്റപ്പൻ്റെ അപ്പൻ്റെ ഒന്നും സാധനം കളഞ്ഞു പോയി. ഞാനത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ കൊടുത്തത്. പക്ഷെ അത് ഇത്രയും വൃത്തികെട്ട സാധനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും വൃത്തികെട്ട സാധനമാണ് ഞാൻ റോഡിൽ കളഞ്ഞത്, മനസ്സിലായോ? അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക എന്നെ നാറ്റിക്കാൻ. എടുക്കടാ, എടാ എടുക്കാൻ. നിനക്കൊന്നും വേണ്ടോ? ഞാൻ കൊന്നോളെ തന്നെ. ഇറങ്ങടാ, ഇറങ്ങടാ. അവൻ വന്നിരിക്കുന്ന ഒരു പരോപകാരി. വേഗം വാ. പോവാണല്ലോ. ഇതും കൊണ്ട് അങ്ങോട്ട് പോവോ? നമുക്ക് പോകണ്ടേ? എന്റെ ഓട്ടോ കൂലി ചെന്ന് എന്റെ ഓട്ടോ കൂലി ഇങ്ങോട്ട് തരാൻ. അത് പിന്നെ ഏത് പിന്നെ? എടാ സുരേഷേ, ഇപ്പൊ അങ്ങോട്ട് ഇപ്പൊ ആൻ്റപ്പൻ്റെ നീയാണെന്ന് മാറ്റും. അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു. അത് ഞാൻ ഈ ഓട്ടോറിക്ഷ നിന്നെ കൊണ്ട് തരുമോ? അപ്പൊ നീ എനിക്ക് ഓട്ടോ കൂലി ഒന്നില്ല. അതിനപ്പോ ഞാൻ എന്ത് ചെയ്യുന്നോ? പച്ചപ്പത്തി 12 12 അല്ല 10 വില. 10 വിലയെന്ന്. 10 വിലയെങ്കിൽ 10 വില. നിനക്ക് 10, എനിക്ക് 12. അതുകൊണ്ട് തന്നെ എനിക്ക് 12 എന്ന് പറയാൻ പറ്റില്ലേ? ചേട്ടൻ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മീൻ മേടിക്കാൻ വന്നാൽ ഞാൻ 12 എണ്ണം എടുത്ത് കൊടുക്കണ്ടേ? ആണോ? നീ 12 എണ്ണം ഒന്നും എടുത്തു കൊടുക്കണ്ട. എന്ന് കണ്ട എനിക്ക് 12 എന്ന് പറയാൻ പറ്റില്ലേ? എന്റെ പൊന്നു ചേട്ടൻ, ഞാൻ മീനെന്ന് വിളിക്കുമ്പോ തന്നെ ചേട്ടന് 12 എന്ന് വിളിക്കേണ്ട കാര്യം എന്താ? ഞാൻ മീനെന്ന് വിളിക്കുമ്പോ തന്നെ ചേട്ടന് 12 എന്ന് പറയണോ? ശരി, എന്നൊരു കാര്യം ചെയ്യ്. നീ മീനെന്ന് വിളിക്കുമ്പോൾ ഞാൻ 12 എന്ന് പറയുന്നില്ല. തീർന്നില്ല വിഷയം.
പത്തുവല 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 പത്തുവല. ഇയാളെന്താ എന്നെ കളിയാക്കുവാണോ? എടാ നീ പോയില്ലേ? ചേട്ടൻ എന്നെ കളിയാക്കുവാണോ? എന്താടാ കാര്യം എന്താടാ? ഞാൻ ഈ പാലത്തേരുത് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ ചേട്ടന് 12 എന്ന് വിളിക്കണോ? പാലത്തിരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ 12 എന്ന് വിളിക്കണോന്ന്? നിനക്ക് ഇപ്പൊ പാലത്തെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്താ? പാലത്തിന് താഴെ ഇരുന്നാണേലും കച്ചവടം ചെയ്യാം. എന്റെ കച്ചവടക്കാരൊക്കെ ഇവിടെയാ വരുന്നത്. ആണ്. നിന്റെ കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട. നീ അങ്ങോട്ട് ഇറങ്ങി, അങ്ങോട്ട് ഇറങ്ങി. അവൻ്റെ ഒരു കച്ചവടം. വെള്ളത്തിൽ കിടന്ന സാധനം എടുത്തുകൊണ്ട് വന്നു വെള്ളത്തിന്റെ മേലുള്ള പാലത്തെ വെച്ച് കച്ചവടം ചെയ്താലേ അവന് ശരിയാകത്തുള്ളൂ. സ്കൂൾ സൈക്കിൾ പോയപ്പോ ബൈക്ക്. ചേട്ടാ ഈ തോമസ് ചേട്ടന്റെ വീട് എവിടെ എന്നറിയോ? തോമസ് ചേട്ടന്റെ വീട്. തോമസ് ചേട്ടന്റെ വീട് എന്താ കാര്യം എന്താ? അത് ഞാൻ തോമസ് ചേട്ടനോട് പറഞ്ഞോളാം. ആണോ? എന്നൊരു കാര്യം ചെയ്യ്. നീ ആദ്യം പോയി തോമസ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ട് വാ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ വീട് കാണിച്ചു തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ. ചേട്ടാ നീ ആദ്യം കാര്യം എന്താന്ന് പറ, എന്നിട്ട് പറയാം തോമസ് ചേട്ടന്റെ വീട്. കാര്യം പറയാം. അതായത് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക് മാർക്കിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക്? അതെ. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോ വലവീശൽ. അപ്പൊ ശരി, വലവീശാൻ വേണ്ടി ഇറങ്ങിയാണോ നീ? എടാ വല വീശുന്നതിങ്ങനെ ബൈക്കിനകത്ത് ഇൻ ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാധാരണ കയ്യിലുമുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതി. എന്റെ പൊന്നി ചേട്ടാ, മീൻ വല വീശുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ചേട്ടൻ ഒരാളെ ചേർക്കുന്നു. ഞാൻ ചേർക്കണം? ചേർക്കണം. ചേട്ടന്റെ ലെഫ്റ്റിലും റൈറ്റിലും 2 പേരെ ചേർക്കണം. ലെഫ്റ്റിലും റൈറ്റിലും? അയ്യോ എന്റെ ലെഫ്റ്റും റൈറ്റും ആരും ഇല്ലല്ലോ. ആകപ്പാടുള്ള എന്റെ ഫ്രണ്ടിൽ നീയാ. നിന്നെ ചേർത്താ മതിയാ? ഓ എന്റെ പൊന്നി ഏട്ടാ പറയുന്നത് കേക്ക്. എന്നെ അല്ല, മറ്റു 2 പേരെ കണ്ടെത്തണം. കണ്ടെത്തിച്ചാണോ? ഏത് കണ്ടെത്തി? കണ്ടെത്തിലല്ല, മറ്റു 2 പേരെ കണ്ടുപിടിച്ച് ചേർക്കണം. അങ്ങനെ. അപ്പൊ ചേട്ടൻ ഈ 2 പേരുടെ മുകളിലാകും. ഈ 2 പേരുടെ മുകളിൽ ചേട്ടൻ. ഈ 2 പേരുടെ മുകളിൽ ഞാനാകും. എന്നിട്ട് അതിനുശേഷം ഇവർ 2 പേരെ വീണ്ടും ഇവരുടെ അടിയിൽ ചേർക്കുമ്പോൾ ചേട്ടൻ 6 പേരുടെ മുകളിലാകും. ഞാൻ 6 പേരുടെ മുകളിലാകും. വീണ്ടും ഈ 6 പേര് അവരുടെ താഴെ 2 പേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ 14 പേരുടെ മുകളിലാകും. 14 പേരുടെ മുകളിലാകും. എന്നിട്ട് വീണ്ടും ചേട്ടൻ ഇയാളെ കേട്ടൊന്നും വേണ്ട. എടാ ഈ 14 പേരുടെ മേളിൽ ഇരിക്കുന്ന ഞാൻ ബാലൻസിന്റെ താഴെ കളം വീണ എന്റെ കൈയും കാലും ഓടിക്കാൻ നീ എന്നെ കൊണ്ടുപോകും ആശുപത്രി. എന്റെ പൊന്നി ഏട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ചേട്ടൻ ആ തോമസ് ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞു തരാൻ പറ്റും? തോമസ് ചേട്ടന്റെ വീട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ആരും കൂടി ചോദിച്ചാൽ മതി. അവിടെ ചോദിച്ചാൽ മതി? മതി. ഓക്കെ. അവൻ ചോദിച്ചു തോമസ് ചേട്ടനും. താങ്ക് യു. ശരി. താങ്ക്സ് എന്നല്ലേ പറഞ്ഞു? അതെ. ശരി. ചേട്ടനെ കളിയാക്കുവാണോ? ചേട്ടനെ കളിയാക്കുവാണോ? അല്ല, ചേട്ടൻ എന്നെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നിന്നെ കളിയാക്കൊന്നും അല്ല. പിന്നെ എനിക്കിപ്പോ പാലത്തിന് 12 എന്ന് പറയാൻ മേലെ? പറയാം. പിന്നെ അവനെയൊക്കെ ഞാൻ അങ്ങ് കളിയാക്കി പോലെ അവനങ്ങ് ഫീൽ ചെയ്യുക. 12. ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത്? ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചതെന്ന്? എടാ നീ നിന്നെ കളിയാക്കൊന്നും അല്ല ഞാൻ. പിന്നെ നീ ഒന്ന് 12 എന്ന് പറഞ്ഞു. 12 എനിക്ക് ഫീൽ ചെയ്തില്ല കളിയാക്കൊന്നും പോലെ. അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് പോയാവെന്ന് ചുമ്മാ. എടാ നമ്മുടെ നാട്ടില് നമ്മുടെ സ്ഥലത്ത് പാലത്തിൽ നിന്ന് 12 എന്ന് മെല്ലെ വെള്ളോടത്തും കിടക്കുന്നതിനൊക്കെ എൻ്റെ അടുത്തോട്ട് അടയ്ക്കുള്ളൂ 12 എന്ന് പറയുമ്പോൾ. സ്കൂൾ ഒരു സ്റ്റാൻഡേർഡും ബൈക്കും. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ പൈസ എടുത്ത് അവന് കൊടുത്തിട്ട് നീ അതും മേടിച്ചോണ്ട് നീ അപ്പുറത്തോട്ട് പോക്കൂ കേട്ടോ. ഇവൻ ഏത് മറ്റേ കാര്യം? ശരി, വെക്കല്ലേ. എടാ ഒരു 10 രൂപയ്ക്ക് ചാർജ് ചെയ്തേര്. ഓക്കെ. പിന്നെ ബാക്കിയുള്ളവരോട് പൈൻ്റ് അടിച്ചിട്ട് ചാർജ് ആവുന്നില്ല. പിന്നെ ഇവന് 10 രൂപ ചാർജ്. പോടാ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോടാ. ഗുരുവായൂരപ്പാ. ചേടാ ഗുരുവായൂരപ്പനും ഫോൺ എടുത്തോ? എന്നതാടും? മീ ആ ഗുരുവായൂരപ്പൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? ഗുരുവായൂരപ്പൻ്റെ നമ്പരോ? ഞാൻ ഫോൺ ചെയ്യുന്ന കാണാമല്ലേ കേട്ടോ. അല്ല ഗുരുവായൂരപ്പൻ ഫോൺ നമ്പർ എടുത്തത് ഡോണ്ട് ഡിസ്റ്റർബ്. അല്ലല്ല അയ്യമ്മ വിളിച്ചു. സത്യം. ഓക്കേടാ. ശരി ശരി. കാണാവേ. കാണാം. ശരി. അപ്പൊ
എന്തുവാണ് അയ്യാ ഫോൺ ചെയ്യുന്ന കാണാൻ പറ്റില്ല അതിന്റെ കീഴെ വന്ന് 12 പറയേണ്ട കാര്യമില്ല. അത് ശരി. എങ്ങാണ്ട് കിടന്ന നീ എൻ്റെ കീഴെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിന്റെ കീഴെ കയറിയുന്നു. അതിനായോ എടോ താൻ എന്റെ കീഴെ വന്നിട്ടല്ലേ 12 പറഞ്ഞ, അപ്പൊ താൻ എന്നെ കളിയാക്കുമല്ലായിരുന്നോ? ചേടാ നിന്നെ കളിയാക്കിയൊന്നും അല്ല. പിന്നെ? എനിക്കിപ്പോ പാലത്തെ 12 എന്ന് പറയാൻ മേലെ. ഈ എന്റെ കീഴെ വന്നെന്തിനാ 12 പറഞ്ഞേ? ആ നീയല്ലേടാ എൻ്റെ കീഴ് വന്ന്. ആ, കൊള്ളാലോ. നീ അത്ര നമ്പർ ഒന്നും പറയണ്ട കേട്ടോ. നീ ഒന്ന് 12 എന്ന് പറഞ്ഞു 12 കണ്ടോ, ഞാനും പറഞ്ഞു നീയും പറഞ്ഞു സെയിം. ദേഹത്തോട്ട് കളിക്കില്ല കേട്ടോ. കൾച്ചർ ഇല്ലാത്തവൻ, കൾച്ചർ ഇല്ലാത്തവൻ. ആ കൾച്ചറില്ല ഞാൻ അണ്ടർ ഇട്ടിട്ടുണ്ടല്ലോ ആ അതുപോലെ. അത് തന്നെയാ പറഞ്ഞ തനിക്ക് കൾച്ചർ ഇല്ലെന്ന്. കൾച്ചർ ഇല്ലെന്ന്. ആ കൾച്ചർ ഇല്ലാത്തോണ്ട് ആൻഡ്രോയിഡ് ഇട്ടത്. ആ അതുകൊണ്ടാ പറഞ്ഞത് കൾച്ചർ ഇല്ലാതെ അണ്ടർ ഇട്ട് നടക്കുന്നവരെന്ന് പറഞ്ഞത്. ദേ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പിന്നെ നീ എന്നെ ഇട്ടിരിക്കുന്ന അയ്യോ ഇത് അണ്ടർ അല്ലേ, ഇത് ബെർമുഡയല്ലേ. എന്നാ മൂട? ബെർമുഡ. ആ വെറുമൂട. അത് ശരി. അപ്പൊ പിന്നെ ഈ മുണ്ടിന്റെ അടിയിൽ കൂടി കാണിച്ചാൽ അണ്ടറും മുണ്ടില്ലാതെ കാണിച്ചാൽ ബെറുമൂടയും. ഇതാണോ ഇപ്പോഴത്തെ സ്റ്റൈൽ? എന്റെ പൊന്നു ചേട്ടാ ഇതല്ലേ സ്റ്റൈൽ? ഇതല്ലേ സ്റ്റൈല്? ഇതാണ് ഫ്രീക്ക് സ്റ്റൈൽ. എന്നാ ഫ്രീക്ക് സ്റ്റൈൽ. ഫ്രീക്ക് സ്റ്റൈൽ എന്നല്ലേ? ഇത് ഫ്രീക്ക് സ്റ്റൈൽ ആണെങ്കിലേ ഇത് വെറും സ്ട്രീറ്റ് സ്റ്റൈലാണ് റാസ്കൽ. അവന്റെ ഒരു ഫ്രീക്ക്. താനെന്നെ തല്ലിയല്ലേ? ആ തല്ലിയെന്താ? തല്ലോടും. ആ തല്ലി. അപ്പൊ ഇതോട് കൂട്ടി 13.